ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വാഗമൺ ഇടുക്കി കമ്പൻ ട്രിപ്പിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചേട്ടോ. അങ്ങനെ ഫ്ലവർ ഗാർഡനിൽ നിന്ന് ഇറങ്ങി നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് മെയിന്റനൻസ് നടക്കുന്നതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. വാച്ച് ടവർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഇവിടെ ടിക്കറ്റ് ഉണ്ട്. വാച്ച് ടവറിന്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂവും കാറ്റൊന്നും ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് അതിന്റെ മുകളിൽ തന്നെ നിന്നു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ബഞ്ചി ട്രാമ്പലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി കണ്ടത്. സംഭവം കൊള്ളാട്ടോ, ചെയ്യണ ആളുടെ കിളി പോവും. ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ചെറിയ ഫുഡ് കോർട്ടുകളും ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല രീതിക്കുള്ള ഒരു ബാത്റൂം സൗകര്യം ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ് കേട്ടോ. പണ്ട് ഈ ഭാഗത്ത് ആകെ ഒരു സൂയിസൈഡ് പോയിന്റ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ബൈക്കൊക്കെ പുറത്തു വെച്ച് ഇത്രയും ദൂരം നടന്നാണ് വന്നോണ്ടിരുന്നത്. അന്നൊക്കെ വന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. എല്ലാ സ്ഥലത്തും നല്ല തിരക്കായിരുന്നു. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് അവരൊരു ഹോട്ടലിലിറക്കി ഞാൻ പിന്നെ കഴിച്ചോളാന്നും പറഞ്ഞ് വണ്ടി അവിടുന്ന് കുറച്ച് മാറ്റി പാർക്ക് ചെയ്ത് ഞാൻ വണ്ടി തന്നെ ഇരുന്നു. ഭക്ഷണത്തിന്റെയും ഉറക്കത്തിന്റെയും കാര്യത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഫീൽഡിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെങ്കിൽ ഞാൻ ചെയ്ത ഡ്രൈവർ ജോലികളിൽ എനിക്ക് ഏറ്റവും എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയതും ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഫീൽഡ് ടാക്സി ടൂറിസ്റ്റ് ഫീൽഡാണ് കേട്ടോ. യാത്രയും ഡ്രൈവിംഗും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പരിപാടിയാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും റെനിൽ ബ്രോയും ഫാമിലിയും ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്കൊരു ബിരിയാണി ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ലാവൻഡേഴ്സ് കോട്ടേജ്. സിനിമയിലൊക്കെ കാണുന്ന മാതിരിയുള്ള ചെറിയൊരു അടിപൊളി വീട്. സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് നല്ല തിങ്ങി നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാണ്. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ കിടന്നോളാന്ന് പറഞ്ഞിട്ട് റെനിൽ ബ്രോയും ഫാമിലി അത് സമ്മതിച്ചില്ല. ഇവിടെ ഒരു റൂമും കട്ടിലും അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റൂം വന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി അതിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. എന്തായാലും കോട്ടേജും പരിസരമൊക്കെ കൊള്ളാട്ടാ, അടിപൊളി സ്ഥലം. ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് നിങ്ങൾ നോക്കണ്ടട്ടാ. ക്ലൈമറ്റ് മാറി മാറി വരും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴുള്ള ക്ലൈമറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നാളത്തെ ഇടുക്കി കമ്പം വിശേഷങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയില് അടുത്ത ദിവസം തന്നെ കാണാട്ടോ.